രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. പ്രൊഫസർ MN വിജയന്റെ മകനായ അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചത് കൊല്ലുമെന്ന് തന്നെയാണ് അർത്ഥം. ഇതിനെ മുഖ്യമന്ത്രി മറുപടി പറയണം. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ എതിർക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഒരാളുടെ പുസ്തകം, ഒരാൾ പ്രകാശനം ചെയ്ത പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ ആ അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഭീഷണി. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണത് ചെയ്തത്. UDF-ന്റെ വിദ്യാഭ്യാസ നയം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. യൂണിവേഴ്സിറ്റികളിൽ സ്വയംഭരണവും അക്കാദമിക് നേതൃത്വവും ഉറപ്പാക്കും. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമാറ്റം കൊണ്ടുവരും. കലാലയങ്ങളിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കും. പല ക്യാമ്പസുകളിലും ഇടിമുറികളുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ക്യാമ്പസുകളിലൊക്കെ വലിയ സംഘർഷമല്ലേ, എന്തൊരു ഇൻസെക്യൂരിറ്റിയാണ് കുട്ടികൾക്ക്. പല ക്യാമ്പസിലും കുട്ടികൾ പോകുന്നില്ല, ഭയങ്കര ഇൻസെക്യൂരിറ്റി അല്ലേ, എല്ലായിടത്തും ഇടിമുറികളും പ്രശ്നങ്ങളും. അതെല്ലാം കൺട്രോൾ ചെയ്യും, ഉറപ്പായിട്ട് കൺട്രോൾ ചെയ്യും. CPM-ലെ സൈബർ ഗ്രൂപ്പിലെ പൊട്ടിത്തെറിയുടെ ഭാഗമായി അവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ സതീശൻ തന്റെ PR വർക്ക് ചെയ്യുന്നത് അവരാണെന്ന് പരിഹസിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ CP ജോൺ, ബെന്നി ബെഹനാൻ MP, TV ചന്ദ്രമോഹൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ.